ഉച്ചയ്ക്കും തെളിഞ്ഞുകിടക്കുന്ന വഴിവിളക്കുകൾ അണയ്ക്കൂ. വൈദ്യുത പ്രതിസന്ധി തരണം ചെയ്യൂ. ജനനി. സംസ്ഥാനത്ത് രൂക്ഷമായ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കാൻ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി ബദൽ മാർഗം നിർദ്ദേശിക്കാൻ വൈദ്യുതി ബോർഡിനോട് കഴിഞ്ഞ ദിവസം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള കോടിക്കണക്കിന് വഴിവിളക്കുകൾ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ തെളിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ദൃശ്യമാകുന്നത്. സർക്കാർ കെട്ടിടങ്ങളിലും വൈദ്യുതി ദൂർത്തടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ പ്രമുഖ സാമൂഹിക പരിസ്ഥിതിക സംഘടനയായ ജനനി ഉച്ചയ്ക്കും തെളിഞ്ഞുകിടക്കുന്ന വഴിവിളക്കുകൾ അണച്ചാൽ വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകുമെന്ന് കാണിച്ച് വടക്കാഞ്ചേരി KSEB ഓഫീസിനു മുന്നിൽ നിർദ്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. ജനനി പ്രസിഡന്റ് V. അതിരുദ്ധൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. TS അബ്രഹാം, CR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ പറയുന്നു പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമാണ് ഇത് ചെയ്യേണ്ടതെന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവർ വെക്കുന്ന എഗ്രിമെന്റിൽ അങ്ങനെ ഒരു പദം ഞാൻ കാണുന്നില്ല, ഒരു സെന്റൻസ് ഞാൻ കാണുന്നില്ല. ഇനി അതല്ല സുഹൃത്തുക്കളെ, ഇവിടെ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട കറണ്ട് ഉൽപാദന മന്ത്രി പറയുകയുണ്ടായി, വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. ഇവിടെ കാലങ്ങളായി ഞാൻ വ്യക്തിപരമായും ജനനി എന്ന സംഘടനയുടെ പേരിലും ആവശ്യപ്പെടുന്നതാണ്, കേരളം മുഴുവനുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ പകൽ സമയത്തും തെളിഞ്ഞു കിടക്കുകയാണ്. അതിനൊരു പരിഹാരം കാണണം. ഇത് ഇലക്ട്രിസിറ്റി മുഴുവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അങ്കമാലിയിലുള്ള ഡെസ്പാച്ച് സെക്ഷനിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് ഈ വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് വിടുമ്പോൾ വെള്ളം തീർന്നുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഉപയോഗപ്രദമല്ല എന്നും, അതുകൊണ്ട് ഇത് വേണ്ടുന്ന രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാവണമെന്നും അധികാരികളോട് പലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി ചോദിക്കുന്നു ഉൽപാദനം കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന്, ഉപയോഗം കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന്. ഉൽപാദനം കുറയ്ക്കണമെങ്കിൽ ഉപയോഗം കുറയണം. ഉപയോഗം കുറയ്ക്കാനായിട്ട് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, സ്ട്രീറ്റ് ലൈറ്റുകൾ നേരം വെളുക്കുന്നതിന് മുൻപേ ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി. കോടിക്കണക്കിന് ലൈറ്റുകളാണ് പകൽ തെളിഞ്ഞു കിടക്കുന്നത്. കോടിക്കണക്കിന് ലൈറ്റുകൾ പകൽ തെളിഞ്ഞു കിടന്നാൽ എത്ര കോടി യൂണിറ്റുകൾ ഒരു ദിവസം ആവശ്യമില്ലാതെ കത്തിപ്പോകുന്നുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതെ ആ നടപടികൾ, ആ ഉപയോഗം കുറയ്ക്കുന്ന നടപടികൾ ചെയ്യാതെ ഈ കറണ്ടുകൾ പുറത്തു നിന്നും വില കൂട്ടി വാങ്ങുമെന്നും വില കൂട്ടി വാങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും വില കൂട്ടി സപ്ലൈ ചെയ്യുമെന്നും ആണ് പറയുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലെ ലൈറ്റുകൾ കെട്ടിടമണിക്കും തെളിഞ്ഞെടുക്കുകയാണ്. ഞാൻ വന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭീകര വസ്തു കാണുന്നത് പോലെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എന്നെ നോക്കുകയുണ്ടായത്. അതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ പറയുന്നു പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമാണ് ഇത് ചെയ്യേണ്ടതെന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവർ വെക്കുന്ന എഗ്രിമെന്റിൽ അങ്ങനെ ഒരു പദം ഞാൻ കാണുന്നില്ല, ഒരു സെന്റൻസ് ഞാൻ കാണുന്നില്ല. ഇനി അതല്ല, ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ നിയന്ത്രിക്കേണ്ടത് അവരാണെങ്കിൽ അവർ അനധികൃതമായി ഉപയോഗിച്ചാൽ, അവർ വേണ്ടുന്നത് ചെയ്തിട്ടില്ല എങ്കിൽ ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് എന്നുള്ള പേരിൽ അവർക്ക് ബോർഡ് നോട്ടീസ് കൊടുക്കണം. ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്തിട്ട് പറയണം, നിങ്ങളുമായിട്ടുള്ള എഗ്രിമെന്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് ശിക്ഷ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങൾ സമയത്ത് ചെയ്യണമെന്ന് പറയണം. ഇതൊന്നും ചെയ്യാതെ, ഒന്നും സൂക്ഷിക്കാതെ, ഒരു കാര്യവും ചെയ്യേണ്ട പോലെ ചെയ്യാതെ ഈ അധിക ചിലവുകൾ വരുത്തുന്നതിന്, ഈ അധികമായി ഉണ്ടാക്കുന്ന ഈ ദുർചെലവുകൾ, ഇപ്പോഴത്തെ നമ്മളുടെ ബോർഡിന്റെ ചെയർമാനെ കുറിച്ച് അറിയാം. അദ്ദേഹം GST ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കമ്മീഷണറായിരുന്നു. അക്കാലത്ത് എന്ത് സംഭവിച്ചുവെന്നും അതിനുശേഷം മെഡിക്കൽ കോർപ്പറേഷന്റെ MD ആയിരുന്ന കാലത്ത് പോയതിനു ശേഷം എത്രയോ സ്ഥലത്ത് ഇവരുടെ ഗോഡൌൺ